ഇന്ന് നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് എക്കണോമിക്കൽ ഒരു ക്രൈസിസ് എന്ന് പറയുന്നത്. യഥാർത്ഥ എക്കണോമിക് ക്രൈസിസ് എന്ന് പറയുന്നത് പാവപ്പെട്ടവരാ കൂടുതലായി ദരിദ്രരാകുന്നു, സമ്പന്നർ കൂടുതൽ സമ്പന്നതയിലേക്ക് പോകുന്നു. ഒരു ഉദാഹരണം, ഇപ്പൊ ഇത് കൂടുതൽ സമ്പത്തുള്ളവരാണ്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് കൂടുതൽ സമ്പത്തുള്ളവരാണ്, കൂടുതൽ സമ്പത്ത്, ഇത് കുറവ് സമ്പത്തുള്ളവർ. ഒരു 10 വർഷം കഴിഞ്ഞ് ഇങ്ങനെയാണ് വളർച്ച ഉണ്ടെങ്കിൽ അവിടെ വേറെ വിഷയങ്ങൾ വരുന്നില്ല. അതെ, കാരണം ഇദ്ദേഹത്തിന്റെ സാമ്പത്തികമായി ഇദ്ദേഹം വളരുന്നു. ഈ പാവപ്പെട്ട വ്യക്തിയും അദ്ദേഹത്തിനും സാമ്പത്തികമായി 10 വർഷം കൊണ്ട് അദ്ദേഹം വളരുന്നു. ഇവിടെ സംഭവിക്കുന്നത് ഇങ്ങനെ ഒരു വളർച്ചയാണ്. പൈസക്കാർ പിന്നെയും പൈസക്കാരാവുന്നു. ഇതിനൊരു പോംവഴി എന്താണ്? ഇന്ന് ഇത്രയും എക്കണോമിക്സിൽ ഇത്രയും ഡോക്ടറേറ്റുകളും റിസർച്ചുകളും നടക്കുന്നുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ എക്കണോമിക് ക്രൈസിസിന് ഒരു പോംവഴി കണ്ടെത്തുന്നതാണ് രണ്ട് കാര്യങ്ങൾ കൊണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഇസ്ലാം 2 കാര്യം ഇത്ര ചെയ്തിട്ടുണ്ട്. 2 കാര്യം ജനങ്ങൾ പ്രാവർത്തികമാക്കുന്നതോടുകൂടി ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റം. 1, ഇസ്ലാം പലിശ നിരോധിച്ചു. 2, സക്കാത്ത് എന്ന് നിർബന്ധാക്കി. രണ്ട് കാര്യം. അപ്പൊ നമുക്കറിയാം, പലിശ എന്ന് പറയുന്നത് പാവപ്പെട്ടവരിൽ നിന്ന് പണക്കാരിലേക്ക് പോകുന്ന ഒരു മണി ഫ്ലോ ആണ് പലിശ. അത് ഒരിക്കലും പണക്കാരിൽ നിന്ന് എന്ത് ചെയ്യില്ല, പാവപ്പെട്ടവരിലേക്ക് പലിശ വരില്ല. അപ്പൊ ഇങ്ങോട്ടുള്ള മണി ഫ്ലോ, അതിനെ ആ മണി ഫ്ലോ ആണെന്ത്, പണക്കാരിൽ നിന്നും പാവപ്പെട്ടവരിലേക്ക് പോകുന്ന മണി ഫ്ലോ ആണ് സക്കാത്ത്. അത് ഒരിക്കലും പാവപ്പെട്ട ഒരാളിൽ നിന്നും പണക്കാരിലേക്ക് പോകില്ല. അപ്പോൾ പണക്കാരിൽ നിന്നും പാവപ്പെട്ടവരിലേക്ക് പോകുന്ന ആ മണി ഫ്ലോയിനെ, ആ സമ്പത്തിന്റെ ഒഴുക്കിനെ നിർബന്ധമാക്കുകയും പാവപ്പെട്ടവരിൽ നിന്നും പണക്കാരിലേക്ക് പോകുന്ന മണി ഫ്ലോയിനെ ഹറാമാക്കി, നിഷിദ്ധമാക്കി. പാടില്ല, ആ വാതിലടച്ചു. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനെയുള്ള വളർച്ചയാണ് എക്കണോമിക് ക്രൈസിസ് എങ്കിൽ ഇത് സംഭവിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, ഇവരിലേക്ക് പൈസ ഇങ്ങോട്ട് വരുന്നില്ല, ഇവിടുന്ന് ഇങ്ങോട്ട് പൈസ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണല്ലോ ഇങ്ങനെ. അപ്പൊ ഇങ്ങോട്ടുള്ള മണി ഫ്ലോ നിഷിദ്ധാക്കി, നോ പലിശ പാടില്ല. അവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള മണി ഫ്ലോ നിർബന്ധമാണ്. സക്കാത്ത് ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങളിൽ പെട്ട കാര്യം. അതുകൂടെ എന്ത് സംഭവിച്ചു? ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇസ്ലാമിക ഭരണം കടന്നു വരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മരണശേഷം ഖലീഫയാകുന്നു. ഉമർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്തായപ്പോഴേക്കും ഈ സക്കാത്ത് അവിടെ ഇസ്ലാമിക ഭരണമുള്ള നടക്കുന്നു. സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ. ആർക്ക് കൊടുക്കണം? അതായത് അതിനതിൻ്റെതായ അവകാശികൾ. അതായത് ഏതൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ദരിദ്രനോട് ചോദിച്ചാലും അൽഹംദുലില്ലാ എനിക്കുള്ളത് റാഹത്തായിട്ട് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് സക്കാത്ത് ഞാൻ അർഹതയില്ല എന്ന് പറയുന്നവരായി ആ സമൂഹം മൊത്തം. അത് സ്റ്റേബിളായ ഒരു സൊസൈറ്റി, സൂപ്പർ സ്റ്റേബിൾ സൊസൈറ്റി.